പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദൻ തന്റെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സേട്ടിനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ആളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അളവും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കനക പുറത്തേക്ക് വരുന്നത്. കൂടെ നന്ദു ഉണ്ട്. വന്ന ഉടനെ തന്നെ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് എന്നുള്ള കാര്യം. ഗോവിന്ദൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നാൽ സേട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട് വിൽക്കാൻ വേണ്ടി പോവല്ലേ, അത് മേടിക്കാൻ വന്ന ആളാണ് ഞാനെന്ന് പറയുന്നുണ്ട്. ആരാ നിങ്ങളോട് ഞങ്ങളെ വീട് വിൽക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് നന്ദു ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദൻ മോളെ ഒന്നും പറയാണ്ട് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് മറ്റൊരു വഴിയില്ല എന്നും കൂടി പറയാണ്. അച്ഛനൊരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കരുത്, നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം എന്നൊക്കെ പറയാണ്. എന്തായാലും ഒരു നിമിഷം പോലും ഇവരാരും ഇവിടെ നിൽക്കരുത്, ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോണോ എന്ന് പറഞ്ഞും കൊണ്ട് അവരെല്ലാവരും അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് നന്ദു ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുത്തത്, നമുക്ക് മറ്റു വഴി എന്തെങ്കിലും നോക്കിയാൽ പോരായിരുന്നെന്ന് ചോദിക്കുമ്പോൾ എന്ത് വഴി നോക്കാനാണ്, 2 ദിവസത്തിനകം തന്നെ 1 ലക്ഷം രൂപ അവന് കൊടുക്കണം. ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിലെ എന്ത് സെന്റിമെന്റ്സ് ആണ് മോളെ ഉള്ളത്, നമ്മുടെ ബാധ്യതകളെല്ലാം തീർക്കണം, അതല്ലാതെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്, ഈ വീട് വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കനകയെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നന്ദു. തുടർന്ന് കാണിക്കുന്നത് ആദർശും നയനയും കൂടി ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുകയാണ്. ഇവരെ നോക്കിക്കൊണ്ട് അനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ ഏട്ടത്തി ഒരു കാര്യം പറയാനുണ്ട്, അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അനി നയനയും കൂട്ടിയിട്ട് പുറത്തു പോയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. എന്താ അനിന്ന് നമ്മുടെ നയന പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി, വീട്ടിലൊരു പ്രശ്നമാണ്, നന്ദു നമ്മളോട് മറച്ചു വെച്ചതായിരുന്നു, മറച്ചു വെച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വീട് ഉടനെ തന്നെ നഷ്ടപ്പെടും. ഞാൻ ഒരുപാട് നന്ദുവിനെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവള് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഈ കാര്യം ഞാന് ഏട്ടത്തിയോട് പറഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നോട് ദേഷ്യപ്പെടും. ഇത് കേട്ട നയന ചോദിക്കുന്നുണ്ട് കേട്ടോ, അവരെന്താ എൻ്റെ അടുത്ത് മറച്ചു വെക്കുന്നത് ഇങ്ങനൊരു പ്രശ്നം, ഇനിയിപ്പോ എന്ത് ചെയ്യും അനി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏട്ടത്തി വിഷമിക്കണ്ട, പണം ഞാൻ തരാം, ഏട്ടത്തി കൊണ്ടുപോയിട്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അനിയുടെ അടുത്ത് പറയുന്നുണ്ട്, വേണ്ട അനി, ഇതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊക്കെ വരും, ഞാൻ നോക്കട്ടെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് നയന ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. തുടർന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ആദർശ് അവിടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരുമായിട്ട് എന്തായിരുന്നു സംഭാഷണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് നമ്മുടെ നയനയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറയാണേ. പിന്നെ നിങ്ങളെന്താ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും, അതുകൊണ്ട് പറയണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചും കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നയന ഉള്ളിലേക്ക് കയറി പോവാണ്. തുടർന്ന് ആദർശ് നേരെ അനിക്കരികിലേക്കാണ് ചെല്ലുന്നത്. എൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം അവൾക്ക് നല്ല സങ്കടമുള്ള പോലെ തോന്നി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടാ എന്ന് പറയാണേ. ഓഹോ, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്നിൽ നിന്ന് മറച്ചു വെക്കുകയാണോ? ഏട്ടാ അങ്ങനെയൊന്നുമല്ല, ഏട്ടത്തിയുടെ വീട്ടില് ചെറിയ പ്രശ്നമുണ്ട്, അവരുടെ വീട് വരെ പോകുമെന്ന അവസ്ഥയിലുള്ളത്. ഉടനെ തന്നെ 1 ലക്ഷം രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ വീട് നഷ്ടപ്പെട്ടു പോകും. ഞാൻ പണം കൊടുത്തിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ അവരത് മേടിക്കാൻ വേണ്ടി തയ്യാറല്ല. ഏട്ടനൊരു കാര്യം ചെയ്യോ, ഏട്ടത്തിയുടെ അടുത്ത് പറയാതെ ആ പണം കൊടുത്ത് സഹായിക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട ആദർശ്, നീ എന്താ അവൾക്ക് സപ്പോർട്ട് ചെയ്യാണോ, എന്താണ് പ്രശ്നമെന്ന് ഞാൻ അവളോടത്ത് ചോദിച്ചതാണ്, പക്ഷെ അവള് വാ തുറന്ന് ഒന്നും പറഞ്ഞില്ല. ആദ്യം അവള് വാ തുറന്നിട്ട് കാര്യം എന്താന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറയട്ടെ, എന്നിട്ട് കാര്യങ്ങളെക്കുറിച്ച് എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഉള്ളിലേക്ക് കയറി പോവാണ്. ആദർശ് പോയതിനു ശേഷം അനു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെന്താ എല്ലാവരും ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ, ഈ പ്രശ്നം ഇപ്പൊ എങ്ങനെയൊന്ന് പരിഹരിക്കുക, ഏട്ടത്തിയുടെ വീട് പോവാതെ എന്തായാലും എത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് ആദർശ് രാത്രി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നയന അരികിലിരുന്നോണ്ട് ഡിസൈൻ വരയ്ക്കുകയാണേ. പക്ഷെ ആ സമയത്ത് മൊത്തം അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡിസൈൻ വരയ്ക്കുന്ന ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ ഓരോരോ പേപ്പറായിട്ട് ചുരുട്ടി കളയുന്നുണ്ട്. തുടർന്ന് ആദർശ് ഉറക്കത്തിന്റെ ഇടയിൽ എണീറ്റ് നോക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. തുടർന്ന് പേപ്പേഴ്സ് എല്ലാം ചുരുട്ടി കളഞ്ഞത് ആദർശിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എണീറ്റ് വന്നിട്ട് പേപ്പർ തുറന്നു നോക്കുന്ന സമയത്ത് ഇത് എന്ത് ഡിസൈനാണ്, അവർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് നീ ഇങ്ങനെയാണോ ചെയ്തിരിക്കുന്നത്, ഇങ്ങനത്തെ ഡിസൈനൊക്കെ മ്യൂസിയത്തിൽ വെക്കാൻ മാത്രമേ കൊള്ളുള്ളൂ എന്ന് പറയണേ. ആദർശേട്ടാ, എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ഓഹോ, നിന്റെ സിറ്റുവേഷൻ ഇപ്പൊ എന്താ കുഴപ്പം,
നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് വീണ്ടും ആദർശ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട നയന ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാണ് കേട്ടോ. നോക്കു നയന, മനസ്സിൽ ഒരു പ്രശ്നവും ഇല്ലാതെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തെ നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ, അത് നമുക്ക് വരയ്ക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറ. ആ സമയത്ത് നമ്മുടെ നയന മനസ്സിൽ വിചാരിക്കുന്നത്, ആദർശന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറ്റും, നാളെ അതിന്റെ പേരിൽ എന്നെ പഴിക്കുകയും അതുപോലെ തന്നെ കുടുംബത്തെ കുറ്റം പറയുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് വേണ്ട. തുടർന്ന് ആദർശന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നവുമില്ല, പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാം എന്ന്. എന്നാൽ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തൊക്കെ ചോദിച്ചാലും എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇവള് വീട്ടിലെ പ്രശ്നം പറയില്ല, അത് മറച്ചു വെക്കുകയാണല്ലോ. തുടർന്ന് ആദർശ് പോയി കിടന്നുറങ്ങുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ ഇരുന്നിട്ട് നയന ഡിസൈനൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ പോയിട്ട് അനി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ നയന. അങ്ങോട്ടേക്ക് ജാനകി വന്നിട്ട് നയന നയന എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ 2 പ്രാവശ്യം വിളിച്ചിട്ട് കേൾക്കുന്നില്ല. പിന്നീട് സൗണ്ടിൽ വിളിക്കുമ്പോഴാണ് അവൾ കേൾക്കുന്നത് കേട്ടോ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല. അല്ല, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയാണ്. പിന്നെ എന്ത് പറ്റി, എല്ലാവരും അവിടെ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണല്ലോ, നീ എന്താ ചായ ഉണ്ടാക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഉണ്ടാക്കി തരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ അടുത്ത് അവിടെ പോയിരിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന അങ്ങോട്ടേക്ക് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നയനെ കൊണ്ടേ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ ചായയാണല്ലോ സാധാരണയായിട്ട് കുടിക്കുന്നത്, എനിക്കെന്താ കോഫി തന്ന എന്നുള്ള കാര്യം. അയ്യോ മുത്തശ്ശി സോറി, മാറിപ്പോയതാന്ന് പറയണേ. അമ്മയുടെ ചായ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മാറിയിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദർശിന്റെ അച്ഛനും പറയുന്നുണ്ട്, ഈ പ്രാവശ്യം മാത്രമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, വേറെ എടുത്തിട്ട് വരാം എന്ന് പറയുന്ന സമയത്ത് കേട്ടോ. ഇതെല്ലാം ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ദേവയാനിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സ് മറ്റൊരിടത്താവാൻ വേണ്ടി പാടില്ല. പണിയെടുക്കുന്ന സമയത്ത് മറ്റെവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നും കൂടി പറയണേ. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുകയും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. തുടർന്ന് ദേവയാനിയുടെ അടുത്ത് ഭർത്താവ് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്തിനാ അവളുടെ അടുത്ത് ഇത്രയും ദേഷ്യപ്പെട്ട എന്നുള്ള കാര്യം. ഞാൻ ദേഷ്യപ്പെട്ടതല്ല, കാര്യം പറഞ്ഞതാണ്. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഒരു പക്ഷെ അവള് ഓർമ്മയില്ലാതെ ഗ്യാസ് ഓഫ് ചെയ്യണ്ടേ പോയത് വെച്ചാൽ എത്ര വലിയ പ്രശ്നം വരും, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, മറ്റൊന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല എന്ന് ദേവയാനി പറയാണ് കേട്ടോ. അത് കഴിഞ്ഞും ആദർശ് നയനയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ സങ്കടങ്ങളൊക്കെ ആദർശിന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ഒന്നും പറയുന്നൊന്നുമില്ല. തുടർന്ന് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നയന ഇതാ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഡിസൈൻസ് നോക്കിയിട്ട് ആദർശ് പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തിട്ടുണ്ട്, എക്സലന്റ് ആണെന്നൊക്കെ പറയാണ് കേട്ടോ. നിങ്ങളല്ലേ പറഞ്ഞത് അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഐഡിയ എന്താന്നുള്ള കാര്യം മനസ്സിലാവും. അങ്ങനെ അവരെ മീറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ആദർശേട്ടൻ നന്നായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റിയെന്ന് പറയാണേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ വന്നിട്ട് ക്ലയൻസിന്റെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദർശ് പറയാണേ. ഓഫീസിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോയാൽ ശരിയാവില്ലല്ലോ, അച്ഛനും അമ്മേന്റെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ. ഇന്ന് തന്നെ ആദർശേട്ടൻ എന്നെ ഓഫീസിലേക്ക് വിളിച്ചാൽ എങ്ങനെ ശരിയാവും എന്നുള്ള കാര്യം മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോൾ എന്താ ഓഫീസിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ആദർശ്. അയ്യോ ആദർശേട്ടാ ഇന്ന് പറ്റില്ല, എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തീർക്കാനുണ്ട്. ഓക്കെ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ആദർശ് പറയാണ് കേട്ടോ. തുടർന്ന് ആദർശ് നേരെ കബോർഡിനകത്ത് പോയിട്ട് 1 ലക്ഷം രൂപ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതാ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് നയനയ്ക്ക് മുമ്പിലേക്ക് നീട്ടുമ്പോൾ എന്തിനാണ് ഈ പണം എന്ന് ചോദിക്കുകയാണേ. പണം എന്തിനാന്ന് അറിഞ്ഞാൽ മാത്രമേ വാങ്ങുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ വാങ്ങിയാൽ മാത്രമേ പറയുള്ളൂ എന്ന് ചോദിക്കുകയാണ്. എന്താ നിനക്ക് വട്ടാണോ? എനിക്ക് വട്ടമൊന്നുമില്ല. ഓഹോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈഗോ ആയിരിക്കും അല്ലേ. എനിക്കെന്തിനാ ആദർശേട്ടനോട് ഈഗോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പണം തന്നു കഴിഞ്ഞാൽ മേടിക്കാത്ത എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണേ. പണം എന്തിനാന്നുള്ള കാര്യമല്ലേ ഞാൻ ചോദിച്ചോളൂ എന്ന് നയന പറയുമ്പോൾ നിനക്ക് ഞാനൊന്നും ഫ്രീ ആയിട്ട് തന്നതല്ല, എനിക്ക് ഈ തന്നിരിക്കുന്ന ഡിസൈനിനെ പ്രതിഫലമായിട്ട് തന്നതാണ്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും ഫ്രീ ആയിട്ട് മേടിക്കാറില്ല എന്ന് ആദർശ് പറയുമ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ഒന്നും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറില്ല എന്ന് ആദർശിന്റെ അടുത്ത് നയനയും പറയാണേ. തുടർന്ന് നയന പണം മേടിക്കാണ്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിനക്ക് പണം വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഡിസൈനും വേണ്ട. ഓക്കെ അങ്ങനെയാണെങ്കിൽ തരാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് ചെയ്യുന്നത് ഡിസൈൻ എടുത്തിട്ട് കയ്യിൽ കൊടുക്കുകയാണ്. ഡിസൈൻ അല്ല പണം എന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ കയ്യിൽ ഡിസൈൻ തിരിച്ചു കൊടുത്തിട്ട് ആദർശിന്റെ കയ്യിലുള്ള പണം മേടിക്കാണ് കേട്ടോ നയന. പണം മേടിക്കുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ പോലും നയന സങ്കടത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ദൈവം ഉണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ് ആദർശേട്ടാ.
നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യരൂപത്തിൽ വന്നിട്ട് സഹായിക്കുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഇത് കേട്ടിട്ട് ആദർശ് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നതിന് ഒരു പ്രതിഫലമായിട്ട് ഇതിരിക്കട്ടെ എന്നുള്ള കാര്യം. അങ്ങനെ ബാഗ് എടുത്തിട്ട് ആദർശ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. പുറകെ തന്നെ നയനയും ചെല്ലുന്നുണ്ട് കേട്ടോ. പോകുന്നതിന്റെ ഇടയ്ക്ക് നടന്നിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ നയനയെ. ആ സമയത്ത് നയന നല്ല ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഏട്ടത്തി? ഏട്ടനും തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഏട്ടത്തി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. എന്താ റൊമാൻസ് ആണോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. എടാ നീ ഇത് കണ്ടോന്ന് ചോദിക്കാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഏട്ടത്തി, ആദ്യശേട്ടൻ തന്നാണെന്ന് ചോദിക്കുമ്പോ അതെ, നിന്റെ ഏട്ടൻ ഒന്നും അങ്ങനെ ഫ്രീ ആയിട്ട് തരില്ലല്ലോ. അവർക്ക് വലിയൊരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തതിന്റെ പ്രതിഫലമായിട്ട് തന്നതാണിത്. സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഏട്ടത്തി. ഇത് കേട്ട് കഴിഞ്ഞാല് ആർക്കും ഒരു കവിത പോലെ തോന്നും. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന നയനയെ കാണിച്ചിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനം.